ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പോകുന്നത് ലച്ചുവിനൊരു സർപ്രൈസ് കൊടുക്കാനാട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, 9-ാം തീയതി തന്നെ കാലത്ത് ഇറങ്ങി. അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യൂലായിരിക്കും നമ്മൾ വരുന്നുള്ള കാര്യം. കാരണം എനിക്ക് ട്രെയിനിങ് ഉണ്ട്, അച്ഛനും അമ്മയ്ക്കും വർക്ക് ഉണ്ട്, അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കും. ഇത് എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ പോകാറുള്ള കാരണം ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർക്കൊക്കെ കാറിൽ പോകുന്നത്. ഇതുവരെ എപ്പോഴും ട്രെയിനിലാണ് പോവാറ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോകുന്ന വഴി എന്തായാലും അടുപ്പിച്ചിരുന്ന് ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എന്തായാലും ഇറങ്ങേണ്ട വരും. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറും ചിക്കൻ കറിയും കഴിച്ച്, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ, അതും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് വ്ളോഗർ നിഷ വിജയൻ്റെ ഒന്ന് കേൾക്കാം. ഞങ്ങൾ ഇന്ന് 9 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോഴാണ് ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയത്. കോയമ്പത്തൂർ കഴിഞ്ഞ് സേലം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ റിലാക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ മോളുടെ പിറന്നാളാണ് മൂന്നാളിലെ. അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. ഞങ്ങളൊരു വൈകിട്ട് 8 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് അവിടെ എത്താമെന്നൊരു ഉദ്ദേശം. ഫാമിലി ഞങ്ങളുടെ. പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തി ചായയും പിന്നെ ലേസും കഴിച്ചു. പിന്നെ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് സേലത്ത് തന്നെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു JCB വന്നിടിക്കുന്നത് ബാക്കിൽ നിന്ന്. അപ്പം ഈ ഓടിച്ച ഡ്രൈവർക്കാണെങ്കിൽ ലൈസൻസും ഇല്ല. അയാളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഏരിയയിലുള്ളവരൊക്കെ വന്ന് ഈ ഒരു പ്രശ്നം വേഗം സോൾവ് ചെയ്യാനായിട്ട് അയാളോടും പോകാനും നമ്മളോടും പോകാനൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇവരെന്നെ പറഞ്ഞിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇവരൊന്നും വന്നില്ല. ഇവർ ഡ്രൈവറിനെ മാറ്റി കുറേ കളി കളിച്ചു. ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞ വീഡിയോ ലോങ് ആയി പോകുന്നത്. അങ്ങനെ നമ്മൾ ലച്ചുവിൻ്റെ അവിടെ എത്തി. കണ്ണേയാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേയാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക് നീ പിടഞ്ഞാൽ എന്നുയിരിൽ. ലച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അനുചേച്ചി. പിന്നെ വേറെ ഫ്രണ്ട്സുകളും ഉണ്ട് അവിടെ. ഐഷു ചേച്ചി, അശ്വിൻ ചേട്ടനൊക്കെ അവരൊന്നും വീഡിയോയിൽ വന്നില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ. ചെറിയൊരു റൂമാണ് ഇവരുടെ. അപ്പോൾ പിന്നെ ഹോളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് മേലെ കൊണ്ടിട്ടു. ഇത് പിന്നെ ലച്ചുവിൻ്റെ ഫ്രണ്ട് അച്ഛൻ്റെ അമ്മയിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. നല്ല രസമുണ്ട് അവൾ ഇട്ടിട്ട് കാണാൻ. ഇതിനിട്ടിട്ടാണ് അവൾ കേക്ക് മുറിക്കണതും. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു. പിന്നെ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. പിന്നെ ചിക്കൻ കറിയൊക്കെ ചൂടാക്കി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കേക്കിന് ഓൾറെഡി നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് വന്നത്. 12 മണി വരെ കട തുറക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കൊടുത്തത്. പക്ഷെ ചെന്നപ്പോൾ കാണുന്നത് കട അടച്ചേക്കടെയാണ്. ഓൾറെഡി നമ്മൾ അഡ്വാൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാപ്പൊക്കെ നോക്കി വേറെ കട അന്വേഷിച്ച് കേക്കൊക്കെ വാങ്ങി വരുമ്പോഴേക്കും അനുചേച്ചിയും വൈഷ്ണവ് ചേട്ടനും സൂരജ് ചേട്ടനൊക്കെ കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ലച്ചുവിനെ വിളിച്ചുകൊണ്ട് വരാം.